പത്തനംതിട്ട കളഞ്ഞൂർ അനന്തു കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ. ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന് പിന്നാലെയാണ് 27-കാരൻ അനന്തുവിനെ പ്രതി ശ്രീകുമാർ തലക്കടിച്ചു കൊന്നുകളഞ്ഞത്. ശേഷം അപകട മരണമെന്ന് കരുതിയ കേസാണ് പിന്നീട് കൊലപാതകമെന്ന് തെളിഞ്ഞത്. കലഞ്ഞൂർ സ്വദേശി ശ്രീകുമാറിന് ഒരു സംശയമുണ്ടാകുന്നു. ആ സംശയം പകയായി വളരുന്നു. അതൊടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുന്നു. കലഞ്ഞൂരിലെ അനന്തു കൊലപാതകം ചുരുക്കത്തിൽ അതിങ്ങനെയാണ്. കോടതി വരാന്തയിൽ ശാന്തനായിരിക്കുന്ന പ്രതിയെ ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ 2023 ശ്രീകുമാറിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. പകയോടെ അനന്തുവിനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. ഫെബ്രുവരിയിൽ 27-കാരൻ അനന്തുവിൻ്റെ മൃതദേഹം കലഞ്ഞൂർ കനാലിൽ നിന്ന് ലഭിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കനാലിൽ വീണ് മരിച്ചതാണെന്ന സംശയമാണ് ഉയർന്നത്. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലും അതേ നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. തലയ്ക്ക് പിന്നിലുണ്ടായ ക്ഷതമാണ് ഇത്തരത്തിൽ ഒരു മരണത്തിലേക്ക് പോയത് എന്ന കണ്ടെത്തലാണ് അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അത് തലയ്ക്ക് പുറകിലേറ്റ അടിയാണ് എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നു. അങ്ങനെയാണ് അന്വേഷണവുമായി പോലീസ് ചടുലമായ നീക്കം മുന്നോട്ട് വയ്ക്കുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിലാണ് അയൽവാസിയായ ശ്രീകുമാറിലേക്ക് ഇത്തരത്തിൽ ഒരു സംശയം നീളുന്നത്. ആ ഘട്ടത്തിലാണ് ഈ കൊലപാതകം നടന്നതിന് ശേഷം അല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തിയ ശേഷം ശ്രീകുമാർ ആ സ്ഥലത്തില്ല എന്ന് പോലീസ് തിരിച്ചറിയുന്നത്. അങ്ങനെ ഒളിവിൽ പോയ ശ്രീകുമാറിനായി പോലീസ് തിരച്ചിൽ നടത്തി. അങ്ങനെയാണ് കഥയുടെ ചുരുളുകൾ അഴിയുന്നത്. ഭാര്യയുമായി പ്ലംബറായിരുന്ന അനന്തുവിന് ബന്ധമുണ്ടായിരുന്നു എന്ന സംശയമായിരുന്നു ശ്രീകുമാറിന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. അത് പിന്നീട് പകയായി വളരുന്നു. ഒടുവിൽ അനന്തുവിനെ കൊലപ്പെടുത്താനുള്ള ആസൂത്രണവുമായി പ്രതി മുന്നോട്ട് പോവുകയായിരുന്നു. കൊലപാതകം ചെയ്യണമെന്ന ഉദ്ദേശവുമായി പ്രതി ശ്രീകുമാർ എത്തിയത് സമീപത്തെ പറമ്പിലേക്കാണ്. അവിടെ അനന്തുവും കൂട്ടുകാരും മദ്യപാനത്തിലേർപ്പെടുകയായിരുന്നു. മദ്യപാനം കഴിയും വരെ, അനന്തുവിൻ്റെ കൂട്ടുകാർ അവിടെ നിന്ന് മടങ്ങിപ്പോകും വരെ പ്രതി അവിടെ കാത്തുനിന്നു. ഏറ്റവും ഒടുവിൽ പിറകിൽ നിന്ന് കമ്പി ഓടിക്കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തിയ ശേഷം മൃതശരീരം വലിച്ചിഴച്ചും തോളിൽ താങ്ങിയും 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കനാലിൽ വരെ എത്തിച്ചു. ശേഷം കനാലിൽ കൊണ്ട് മൃതദേഹം വിട്ടു. ഈ കേസിൽ ദൃക്സാക്ഷികളായിട്ട്, അതായത് ഐ വിറ്റ്നസ്സായിട്ട് ഒരു സാക്ഷികളും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലീസ് ശേഖരിച്ച സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജയിലിൽ കിടന്ന കാലാവധി 2023 മുതൽ 26 വരെ ഇന്ന് വരെയുള്ള കാലാവധി സെറ്റ് ഓഫ് ആയിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് പ്രതിക്ക് കിട്ടുന്നതാണ്. ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ആകെ അവശേഷിച്ചത് സാഹചര്യ തെളിവുകളാണ്. ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധി പറയുമ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത് ഒരു ദയയും പ്രതി അർഹിക്കുന്നില്ലെന്നാണ്. ഹീനമായ കുറ്റകൃത്യമാണ് പ്രതി നടത്തിയെന്നാണ്. പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.